ഹലോ, ഒരു കല്യാണം കൂടാൻ തയ്യാറെടുത്താലോ? അപ്പം അതാ മുഖം നിറയെ പിമ്പിൾസിൻ്റെ മാർക്കും, മുടിയാണെങ്കിലോ ചകിരി പോലെ. സങ്കടം ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ അപ്പം തന്നെ ഒരു പച്ചക്കൊടി വീശി കാണിച്ചു, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുമാരനെല്ലൂരുള്ള സയൻസ് ഓഫ് ബ്യൂട്ടിയിലെത്തി. കട്ടയ്ക്ക് എന്തും ചെയ്തു തരാൻ ഒരു ഭർത്താവ് കൂടെയുള്ളപ്പോൾ വേറെ എന്തിനെ പറ്റിയെങ്കിലും ആലോചിക്കണോ? അങ്ങനെ ഞാനൊരു അടിപൊളി ഫേഷ്യൽ തന്നെ ഇവിടെ ചെയ്തു. ഇവിടുത്തെ സർവീസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ആൻറ്റി ആണെങ്കിലോ വളരെ ഫ്രണ്ട്ലിയാണ്. അങ്ങനെ ഫേഷ്യലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുഖം നല്ല സിൽക്കി സ്മൂത്ത്, കുറച്ച് ആ മാർക്സിൻ്റെ പാടൊക്കെ നല്ലപോലെ ലൈറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹെയർ സ്പാ. അങ്ങനെ മുടിയുടെ ഫ്രിസ്നെസ്സൊക്കെ മാറി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് കിടപ്പുണ്ട്. ഇനി ഒരുങ്ങിയിട്ട് കാണാം. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഇതാണ് ഫൈനൽ ലുക്ക്. കൊള്ളാവോ? എനിക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും എൻ്റെ കയ്യിലുള്ള തക്കിട് തരികിട സാധനങ്ങളൊക്കെ വെച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്തു. ആക്ച്വലി ഈ സാരി ആദ്യം എടുത്തപ്പോൾ എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഉടുത്ത് കഴിഞ്ഞ് മൊത്തത്തിൽ ലുക്ക് മാറിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കസിൻസാണ്, എല്ലാവരും സെൽഫി ആണെന്ന് കരുതി പോസൊക്കെ കൊടുക്കുന്നുണ്ട് ആദ്യം, പിന്നെയാണ് മനസ്സിലായ വീഡിയോ ആണെന്ന്. ഈ രണ്ട് ചട്ടമ്പികളാണ് എൻ്റെ കുറുമ്പന്മാർ. ഇവന്മാരെ രണ്ടുപേരും ഒരേ ഫ്രെയിമിൽ കിട്ടുന്ന വളരെ ചുരുക്കമാണ് കേട്ടോ. അങ്ങനെ ആ പുണ്യം ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ രണ്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഞാൻ ശ്രമിച്ചു. അങ്ങനെ മുഹൂർത്ത സമയമായപ്പോൾ അകത്തേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ ജാനിയുടെ വകയായിരുന്നു ഈശ്വര പ്രാർത്ഥന. കോട്ടയത്ത് ചൈതന്യ വെച്ചായിരുന്നു വെഡ്ഡിങ്. സോ അവിടെ ഇഷ്ടംപോലെ പ്ലേ ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരുടെ കാര്യമൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഞാനും ചേച്ചിയും കയറിയിരുന്ന് ആടുന്നത് കണ്ടില്ലേ. ഞങ്ങളുടെ തേരിൻ്റെ സാരഥി ഡൂഡു ചേച്ചി. അങ്ങനെ ഡൂഡു ചേച്ചിയുടെ നടുവൊടിഞ്ഞപ്പോൾ സാരഥിയായിട്ട് ജിത്തു ചേട്ടൻ എത്തി. അങ്ങനെ ഈ കല്യാണം ഞങ്ങൾ മൊത്തത്തിൽ അങ്ങനെ എൻജോയ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.